എൻ്റെ പേര് സിറിൽ. ഞാൻ കണ്ണൂർ ചെറുപുഴയിൽ നിന്ന് വരുന്നു. ആദ്യമായി അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഉടമ്പടി എടുത്തത് 2 വർഷം മുമ്പ് ഓഗസ്റ്റ് മാസം 2023 ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ഞാൻ വളരെ നിരാശയിലാണ് ഞാനിവിടെ കയറി വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു MBA ബിരുദധാരിയാണ്. ഞാൻ ഒരു 10-15 വർഷം എബ്രോഡ് പല കമ്പനികളിൽ മാറി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഒരു കാൽക്കുലേഷനോടെയാണ് ഒരു കമ്പനി റിസൈൻ ചെയ്യുന്നു, അടുത്ത കമ്പനി ചാടി കയറുന്നു. അങ്ങനെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്നൊരു നിമിഷത്തിൽ വെക്കേഷൻ ഞാൻ ഫാമിലിയോടൊപ്പം അവിടെയായിരുന്നു. എബ്രോഡ് ജോലി ചെയ്യുന്ന സമയത്ത് സൗദിയിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഞാൻ തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് അവിടെ തിരിച്ച് എയർപോർട്ടിൽ എത്തുമ്പോഴാണ് അറിയുന്നത് എൻ്റെ ജോലി എന്നെ ടെർമിനേറ്റ് ചെയ്തു എന്ന് ഞാൻ അറിയുന്നത്. ആ നിമിഷത്തിലാണ് എൻ്റെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൊരു ദൈവവിശ്വാസിയാണ്. പുള്ളിക്കാരിയാണ് എന്നോട് പറഞ്ഞത്, നമുക്കിതുപോലെ നിങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. അങ്ങനെയാണ് ഞാൻ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഞങ്ങൾ ഒരു വീട് പണിക്ക് വേണ്ടി വീട് പണിയണം, പുതിയ വീട് പണിയണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ ഉടമ്പടിക്ക് കിട്ടുന്ന ഉപ്പ് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങളുടെ പറമ്പിൻ്റെ 4 മൂലയിട്ട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി നമുക്ക് ഒരു പണി തുടങ്ങാമെന്നുള്ളൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് വരികയും മുന്നോട്ട് പോകാനും സാധിച്ചു. അപ്പം ഒരു പണി കഴിയുമ്പോൾ ഉടനെ നമുക്ക് അടുത്ത പണിക്കാരെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു, പണിക്കാരെ കിട്ടുക, പണിക്കാരെ ഹാൻഡിൽ ചെയ്യുക എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പറമ്പിൻ്റെ 4 മൂലയിലും ഉപ്പ് ഇടുകയും അതിനോട് ഇപ്പം പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ ഓരോ പണിക്കാരെയും നമ്മൾ ആ രീതിയിൽ നമ്മൾക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പണി നമുക്ക് ഒരു 5-8 മാസത്തോടെ നമുക്ക് പണി 2500 സ്ക്വയർ ഫീറ്റ് വീട് ഞങ്ങൾക്ക് പണി പൂർത്തിയാക്കാൻ സാധിച്ചു. പിന്നെ ഞാൻ ജിമ്മിൽ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഓവറായിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഡിസ്കിന് ബൾജ് വന്നിരുന്നു. അപ്പം ഞാൻ ആശ്രമിംസിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്തത് മാറില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അപ്പോയിൻമെൻറ്റ് കിട്ടുകയും ചെയ്തു. ജോസഫ് അച്ഛൻ സൈത്ത വെച്ച് പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഡിസ്ക് ബൾജ് പൂർണ്ണമായി മാറിക്കിട്ടുകയും ഇപ്പോൾ എല്ലാ ജോലികളും ചെയ്യാനും എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് 10-15 വർഷമായിട്ട് എനിക്ക് തലവേദനയുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാ ദിവസവും പെയിൻ കില്ലേഴ്സ് കഴിച്ചാണ് ഞാൻ എല്ലാ ദിവസവും ഉറങ്ങിക്കൊണ്ടിരുന്നത്. ജോസഫ് അച്ഛൻ നമ്മുടെ ആരാധനയുടെ സമയത്ത് പറയുന്ന പോലെ ഞാൻ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിനെ പോലെ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ തലവേദന പൂർണ്ണമായി മാറിക്കിട്ടി. എൻ്റെ ജോലി പോയ സമയത്ത് എൻ്റെ വൈഫിലൂടെ ദൈവം എനിക്ക് അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിലേക്ക് വാരിക്കോരി തന്നു. എൻ്റെ സൗദിയിലെ ജോലി പോയെങ്കിലും അതിൻ്റെ ഇരട്ടി സാലറിയോടെ വൈഫിന് അയർലൻഡിൽ അമ്മ മാതാവ് ജോലി ശരിയാക്കി കൊടുക്കുകയും ജോലി ചെയ്യാനും നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കൊടുക്കുകയും ചെയ്തു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അഗതി മന്ദിരമുണ്ട്. അപ്പോൾ അവിടെ സിസ്റ്റേഴ്സിനോട് ചോദിക്കുകയും എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് വേണ്ടതെന്ന് ചോദിക്കുകയും അവർ പറയും അരിയില്ല മോനെ, അതുപോലെ ഇറച്ചിയില്ല, വസ്ത്രങ്ങളില്ല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞങ്ങളിതെല്ലാം അവർക്ക് മേടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം അക്രൈസ്തവർക്കും ഞാൻ കൊടുക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് ഇന്ന പോലെയൊക്കെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, നിങ്ങളും പോയാൽ നിങ്ങൾക്ക് ഇതുപോലെ നടക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ കുർബാന ഞായറാഴ്ചകളിൽ കുർബാനകളിൽ പങ്കെടുക്കാറുണ്ട്. മാസത്തിലൊന്ന് കുമ്പസാരിക്കാറുണ്ട്. പിന്നെ സാധിക്കുന്ന പോലെ ഞാൻ ദിവസങ്ങളിൽ സാധിക്കുന്ന പോലെ കുർബാനകളിൽ പങ്കെടുക്കാറുമുണ്ട്. എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 91:14-15 തിരുവചനങ്ങൾ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സിറിൽ ജോസ് എന്ന ഈ മകൻ
തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഭാരം ലഘൂകരിക്കുന്ന, നമുക്ക് അസാധ്യമെന്ന് കരുതുന്നത് പോലും നിസ്സാരമായി നമുക്ക് അനുഗ്രഹമാക്കി നൽകുന്ന അമ്മയുടെ വലിയ സംരക്ഷണമാണ് പ്രത്യക്ഷീകരണ മാതാവിലൂടെ നമുക്ക് കൈമാറുന്നത്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുക, ലോകം മുഴുവനും പ്രചരിക്കുക എന്നത് അമ്മയുടെ കൂടി ആവശ്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ലോകത്തിന് അമ്മ മാതാവിലൂടെ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ് ഉടമ്പടി ജീവിതം. കേവലം ഭൗതികമായ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ആത്മശുദ്ധിയുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ ദൈവം ഈ കാലത്തിൽ ഒരു സമൂഹത്തെ ഉടമ്പടി ജീവിതത്തിലൂടെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മൾ അമ്മ മാതാവിനെ അംഗീകരിക്കുകയും ഈശോയെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഈശോ തരുന്ന അനുഗ്രഹമാണ് നമ്മുടെ നിയോഗങ്ങൾക്കൊക്കെ ഫലമണിയിച്ചു തരുന്നത്. സഹോദരൻ, അത് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഓർക്കണമേ, ഉടമ്പടി നമുക്ക് എല്ലാവർക്കും ജീവിക്കാനാവും. എളിമയോടുകൂടി ദൈവഹിതത്തിന് ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ അനുദിന ദിവ്യബലിയിലേക്ക്, 2 ആഴ്ചയിലൊരിക്കലെ കുമ്പസാരത്തിലേക്ക്, അനുദിന ദൈവവചന പാരായണത്തിലേക്ക് നമുക്കൊന്ന് ചെന്ന് കയറുവാൻ, ഏർപ്പെടുവാൻ സന്നദ്ധമാണെങ്കിൽ ഉടമ്പടി നമ്മളിൽ തന്നെ സാവകാശം അനുഗ്രഹത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നാം എന്ത് ചെയ്താലും നമുക്ക് തന്നെ അനുഗ്രഹമായി തീരുമെന്ന് ഈശോ അരുളി ചെയ്തതുപോലെ തന്നെ നാം ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ നമ്മുടെ നിയോഗങ്ങൾ വേഗം ഫലമണിയുന്നതിന് കാരണമായി തീരും. അമ്മയുടെ കരങ്ങളിൽ സന്തോഷത്തോടെ, സ്നേഹത്തോടെ നമ്മുടെ ജീവിത വിഷയങ്ങൾ മുഴുവനും നമുക്ക് ഏൽപ്പിക്കാം. അമ്മ ഏറ്റെടുത്താൽ അത് ഉറപ്പായും അനുഗ്രഹം എത്തിക്കും വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. അമ്മ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും എളിമയോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കുകയും ചെയ്യുക. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.